ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരെ ചൊറിഞ്ഞ് കിട്ടാത്ത അടി ചോദിച്ച് മേടിച്ചു എന്നുള്ള രീതിയിലായി നമ്മുടെ സുധിയുടെ കാര്യം. അപ്പോൾ സാറിൻ്റെ പേരെന്നാന്നും പറഞ്ഞ് പോലീസുകാരൻ്റെ നെയിം ബോർഡിലേക്കൊക്കെ നോക്കി സുധീഷ് അരുൺ സാറ് സോറി പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സാറിനോടല്ലേ പറയുന്നത്, പറ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ എന്താണോ അതെൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു. നേരത്തേക്ക് നമ്മുടെ അരുണെ. അപ്പോഴേക്കും എന്തേ നമ്മുടെ സുധി ഭയങ്കര കരച്ചിൽ. അങ്ങനെ എസ്ഐയുടെ മുന്നിലേക്ക് ചെല്ലുക. സാറ്, എൻ്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞു, ദേ അവളെന്നെ ചതിച്ചു, ദേ അതാണ് എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞ് കരയുമ്പം നീ ഏത് കൂടിയ സാധനോട് അടിച്ചതെന്ന് അരുൺ ചോദിക്കാം. അപ്പോൾ ഞാനോ എൻ്റെ പ്രശ്നം ഇത്രയും പറഞ്ഞിട്ടും സാറിനൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക സുധി. അപ്പോൾ കുടിക്കാത്ത എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് സാർ ഊതിപ്പിച്ചു, അതുകൊണ്ട് സാർ ഇവനോട് സോറി പറയണം, അത് തന്നെ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എടാ വേണ്ട സുധി, ഒന്നും വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറയണം മിസ്റ്റർ പോലീസ്, മാപ്പ് പറയൂ, ഒരു കൂട്ടുകാരനോട് മാപ്പ് പറയൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി നിന്ന് പറയുമ്പം ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും, അവിടെ വെച്ച് മാപ്പ് പറഞ്ഞാൽ മതിയോ? അപ്പം നോ 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 ദാറ്റ്സ് റോങ്, ഇപ്പം ഇവിടെ വെച്ച് തന്നെ മാപ്പ് പറയണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര അപ്പോഴത്തേക്ക് എസ് ഐ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നിൽക്കുമല്ലേ. ആസ് എ പോലീസ് ഓഫീസർ താങ്കൾക്ക് ഈ റോഡിലെ കാര്യങ്ങളൊന്നും അറിയില്ലേ, പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് പോലീസ് ആയതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതായിട്ട് സുധി ഇങ്ങനെ അവരെ വെറുപ്പിക്കുക. പിടിച്ച് കയറ്റണം അവനെയൊന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് എസ് ഐ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള പോലീസുകാർ നോക്കിയിരിക്കുമോ, അങ്ങനെ പിടിച്ച് വലിച്ച് വണ്ടിയെ കൊണ്ടുപോയി കയറ്റണം. അങ്ങനെ സുധീനെയും കൊണ്ട് പോലീസ് കൊണ്ടുപോകും. അപ്പോൾ സാറേ കൊണ്ടുപോകല്ലേ സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് അവിടെ കിടന്ന് ബഹളം വയ്ക്കുക. അപ്പോൾ ശ്രുതിയെയും കൊണ്ട് പോലീസ് അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാട്ടോ. ശ്രുതി ഇങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്കും മീര ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. നിനക്ക് എന്നാ പറ്റിയത് ശ്രുതി എന്ന് മീര ചോദിക്കുക. എന്നാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയല്ലോ എന്ന്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ നല്ല വിഷമമുണ്ട് ശ്രുതിക്കുന്നു. എന്നിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സവൻ കാണിച്ചു എന്നൊക്കെ പറയുക. ആൻറ്റി വന്നില്ലായിരുന്നെങ്കിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാമായിരുന്നു എന്ന് പറയുമ്പം നീ കോഫി കുടിക്കാൻ പറഞ്ഞു. ആൻറ്റി അവനെ കാവലിരിക്കുകയാണെന്നൊക്കെ ശ്രുതി. നീ അവനെ വിളിച്ച് ഇവിടേക്ക് വരാൻ പറ, ഇവിടെ ഇരുന്ന് സംസാരിക്കാവല്ലോ എന്ന് നമ്മുടെ മീര പറഞ്ഞു കൊടുക്കണം. നീ ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ മതി, അവൻ്റെ മനസ്സൊക്കെ നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പം അവൻ്റെ അമ്മയെ പേടിച്ച് അതിനവൻ വരുമോ? അപ്പോൾ വേണ്ടുന്ന രീതിയിൽ വിളിച്ചാൽ അവൻ വരും, നീ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് ശ്രുതി വിളിക്കുക. ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ്. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോണൊന്നും ഓൺ ചെയ്യാറില്ലേ എന്ന് മീര ചോദിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും ശ്രുതിയെ കണ്ടേ പറ്റൂ, അവൻ്റെ കൈക്കുള്ളിൽ വന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ശ്രുതി മീരയോട് പറയുക. അവനെ വരുത്തും ഞാൻ, നീ നോക്കിക്കോ എന്നും പറഞ്ഞിരിക്കുമ്പം നമ്മുടെ ശ്രുതിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്രുതി അവിടെ നീ വീണ്ടും ഈ സോറി പറയണമെന്നുള്ള പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ അവർക്കെല്ലാം ഇറിറ്റേറ്റ് ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എത്ര ഡിഗ്രി മേടിച്ച ആളാണെന്ന് അറിയോ, നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഇത് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് തൻ്റെ കാർഡൊക്കെ എടുത്ത് കാണിക്കുമ്പം എടാ ഇത് നിൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതിയെന്നും മിണ്ടാതിരിക്കുന്നത് നിനക്ക് നല്ലതെന്ന് അരുൺ പറയുമ്പോൾ ഓഹോ ആഹാ അങ്ങനെയാണോ കാര്യങ്ങൾ, മിസ്റ്റർ പോലീസ് ഒച്ച വെക്കരുത് എന്നും പറഞ്ഞ് നമ്മുടെ സുധി. ആ സമയത്ത് പഠിച്ചതിൻ്റെ വല്ല വിവരം ഉണ്ടോടാ നിനക്ക്? ഉണ്ടെങ്കിൽ ഈ കോലത്തിൽ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു എന്ന് അരുൺ ചോദിക്കുക. അപ്പോൾ എന്തിനാ കുടിക്കാതെ വണ്ടി ഓടിച്ച് എൻ്റെ ഫ്രണ്ടിനെ നിങ്ങൾ ചെക്ക് ചെയ്തത്? അത് തെറ്റല്ലേ, അതുകൊണ്ട് സോറി പറ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സുധി ഇത് തന്നെ പല്ലവി. അപ്പോൾ അതേ അരുൺ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഞാൻ കുറച്ച് കുടിച്ചിരുന്നു, പക്ഷെ എന്തിനു കുടിച്ചു, എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു, എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു പറയാം. അപ്പോൾ തൻ്റെ കുടുംബകാര്യമൊക്കെ വീട്ടിൽ പോയി തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അരുൺ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം സാറിൻ്റെ തന്നെ വരട്ടുകയാണോന്ന് ചോദിച്ചു. ഞാൻ മിണ്ടിയ നിങ്ങൾ എന്നാ ചെയ്യും, നിങ്ങൾ എന്നെ ആടിക്കുമോ എന്നൊക്കെ ചോദിച്ചു സുധി. അങ്ങനെ സുധി കിട്ടാത്ത അടിയും കൂടെ ചോദിച്ചു മേടിക്കാം. അങ്ങനെ സുധി ചുമ്മാ വായി തോന്നുന്നതെല്ലാം പോലീസിനോട് വിളിച്ചു പറഞ്ഞ് അങ്ങനെ പോലീസിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ എന്നെ മദ്യപിക്കാത്ത ഫ്രണ്ടിനെ കൊണ്ട് ഫൂതിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചാൽ സുധി നിൽക്കുന്നത്. അതുകൊണ്ട് സോറി പറയുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത്, അപ്പോൾ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് സുധി നിൽക്കുമ്പം അതെ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇവന് ഷർട്ട് അഴിപ്പിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഷർട്ട് ഞാൻ അഴിപ്പിക്കാൻ സാറെന്ന് പറഞ്ഞു വേറൊരു പോലീസുകാരൻ വന്നു. അങ്ങനെ സുധിയുടെ ഷർട്ട് അഴിപ്പിക്കാൻ നോക്കുക. അപ്പോഴത്തേക്കും വേണ്ട നോ 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 ഊരരുതെന്ന് പറഞ്ഞ് സുധി നിൽക്കണം. പക്ഷേ പോലീസുകാരൻ ഷർട്ട് ഊരി അവൻ ആ സെല്ലിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. ഇതെന്ത് സാറേ കാണിക്കുന്നത്, സാർ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, സാറ് മാപ്പ് പറയല്ലേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധി ചുമ്മാ കിടന്ന് ഇങ്ങനെ വിരകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ പോലീസുകാരൻ പിടിച്ച് വലിച്ചു കൊണ്ട് സെല്ലിനകത്തേക്ക് വിട്ടു, എന്നിട്ട് പൂട്ടിയിട്ടു. അപ്പോൾ ഞാൻ പോലീസുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അരുൺ അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പിന്നെ പോയി പണി നോക്കാം, ഷർട്ടും പോയി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ ഭാര്യയും പോയി, അവൾ എന്നെ ചതിച്ചു എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല. അങ്ങനെ സെല്ലിനകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സുധി. ഇതേ സമയത്ത് സച്ചി വീട്ടിൽ
വണ്ടി തുടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും രവിയേട്ടൻ അവിടെ നിന്ന് ചായയും കുടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ആരെയും വരുന്നത്? സുധി എവിടെടാ? അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് ആനന്ദ് പറയുക. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഞെട്ടി. പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നോ? എന്തിന്? എന്താ കാര്യം? എന്താ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചു ഇവർ ഭയങ്കര ടെൻഷൻ ആകുമ്പം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞായിരുന്നെന്നും അവൻ്റെ ഭാര്യ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ അവന് വലിയ വിഷമമുണ്ടെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ അച്ഛൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരിക കേട്ടോ. പിന്നെ ആനത് നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ കുടിച്ചവൻ ബാറിലുള്ള പ്രശ്നം ഉണ്ടാക്കിയല്ലേ, അതായിരിക്കും പോലീസ് പിടിച്ചുകൊണ്ട് പോയത്. ഇല്ലില്ല, ഞാൻ ബാറിൽ ചെന്ന് അവനൊരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നതാ. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോഴേ വഴിയിൽ വെച്ച് പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചി ഒന്ന് ഞെട്ടി. പ്രശ്നം ഉണ്ടാക്കി? അവരോട് തട്ടിക്കയറുവും അവരോട് പറഞ്ഞു ഇന്ന പോലെ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് ആനന്ദ് ഇതെല്ലാം പറയുവാണ്. ഇതെല്ലാം കേട്ട് ഇവരാകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ ഇറങ്ങി വന്നു കേട്ടോ. എന്തൊക്കെയാടാ ഇവിടെ നടക്കണേ എന്നും ചോദിച്ച്. അന്നേരം അച്ഛൻ വിഷമിക്കാതെ, പിടിച്ചുകൊണ്ട് പോകാനും മാത്രം അവനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഇതുപോലെ കേസൊന്നും അല്ലെന്നേ, ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാം, അവനത്തെ വാഹനം പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ ആകെ വല്ലാത്തൊരിതിൽ നിൽക്കുന്നു. അപ്പോഴേക്ക് സച്ചി ഇത് കണ്ടിട്ട് അച്ഛൻ എന്താ ഇങ്ങനെ വിഷമിക്കാതെ അച്ഛാ? അപ്പോൾ കുടുംബത്തിൻ്റെ താളം തെറ്റിയല്ലോടാ എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. അവൻ അപ്പോഴത്തേക്ക് രേവതിക്കും അതൊക്കെ കണ്ടിട്ട് സങ്കടം വന്നു. അച്ഛനിങ്ങനെ കരയാതെ അച്ഛാ, അതിന് മാത്രം എന്താ ഉണ്ടായി? ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാന്നേ എന്നും പറഞ്ഞ് പോകുമ്പോൾ എങ്കിൽ പിന്നെ ഞാനും വരാമെന്ന് രവിയേട്ടൻ. അച്ഛൻ എന്തിനാ വരുന്നേ? അച്ഛൻ ഇവിടെ ഇരുന്നാൽ മതിയെന്നേ, ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് സച്ചി പറഞ്ഞു. ചേടാ, അവനെൻ്റെ മോനല്ലേടാ, എങ്ങനെയാടാ മനസമാധാനത്തോടെ ഞാനിവിടെ നിൽക്കുക, ഞാനും വരാടാ എന്ന് പറഞ്ഞ് അച്ഛൻ ഓടിപ്പോയി റെഡിയാകാൻ. എന്നിട്ട് ഡ്രസ്സ് മാറി വന്നു. ഇവർ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി ഇങ്ങനെ തിരിഞ്ഞു നിന്നിങ്ങനെ സെല്ലിനകത്ത് നിന്ന് ഏതാണ്ടൊക്കെ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് സച്ചി ഓടുന്നു. സാർ എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സുധി ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ സുധി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഓടിച്ചെന്നു. അപ്പം ഇത് നീ തന്നെയാണോ? എന്താടാ, എന്ത് കോലമാടാ ഇത് എന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ ചോദിക്കുക, നിൻ്റെ ഷർട്ടൊക്കെ എന്തി? അന്നേരം അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അച്ഛനെ വിളിച്ച് കരയുക. പോലീസുകാരിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ആ സമയത്ത് സാർ അവൻ്റെ ഷർട്ടൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അവന് പാൻറ്റെങ്കിലും ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ സന്തോഷിക്കാനായിട്ട് സാറ് പറഞ്ഞു. എന്തിനാ സാർ അവനെ ലോക്കപ്പെട്ടിരിക്കുന്നത്? അതിന് മാത്രം എന്ത് കുറ്റം അവൻ ചെയ്തതെന്ന് ചോദിക്കുമ്പം വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കി അവനെ പിന്നെ എന്ത് ചെയ്യും? കയ്യിലെടുത്ത് കൊഞ്ചിക്കണോ എന്ന് ആ ഒരു സാറ് സച്ചിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സുധി നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ മോനെ എന്താടാ ഇതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അങ്ങനെ കരഞ്ഞ് തകർന്ന് നിൽക്കുക. ആ സമയത്ത് നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവരെ കാണുന്നത്. അപ്പോൾ സച്ചി നോക്കുമ്പോൾ അരുൺ നോക്കുമ്പോൾ സച്ചി, നീ എന്താടാ ഇവിടെ എന്ന് അരുൺ ഇങ്ങനെ സച്ചിയോട് ചോദിക്കാം. അപ്പോൾ ഇതെൻ്റെ ഏട്ടനാണെന്ന് സച്ചി പറയുമ്പോൾ ഭയങ്കര ചിരിയും ചിരിച്ച് അരുൺ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അത് ശരി, നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാം നിന്നെപ്പോലെ തലതിരിഞ്ഞവരാണല്ലേ എന്ന് സച്ചിയോട് അയാൾ ചോദിക്കുമ്പോഴേക്കും നിങ്ങളാണോ ഇവനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് സച്ചി ചോദിച്ചു. അയ്യോ, കൂട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ലടാ, തൂക്കിയെടുത്തുകൊണ്ട് വന്നതാ, ഇവന് ബോധമില്ലായിരുന്നെന്ന് ഈ അരുൺ പറയാ സച്ചിയോട്. എന്നോടുള്ള ദേഷ്യം ഇവനോട് കാണിച്ചല്ലേ എന്ന് ചോദിക്കുമ്പം ചേടാ, ഇവൻ നിൻ്റെ ചേട്ടനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് അരുൺ സച്ചിയോട് പറയാം. ഏട്ടൻ കുടിയൻ, അനിയൻ റൗഡി, കൊള്ളാം എന്തായാലും എന്നും പറഞ്ഞിങ്ങനെ ഈ അരുൺ ഇങ്ങനെ പറയുമ്പം സുധി നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാം. അപ്പം നിങ്ങൾ ഇവരുടെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഭാഗ്യമുണ്ട് കേട്ടോ എന്ന് അരുൺ ഇങ്ങനെ രവിയേട്ടനോട് പറയുമ്പം എൻ്റെ മോൻ കുടിയനൊന്നും അല്ല എന്നും പിന്നെ എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. പിന്നെ ഇവൻ റൗഡിയൊന്നും അല്ല സാർ, റൗഡിത്തരം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലവനാ സാറേ എന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു. എൻ്റെ ഈ 2 മക്കളും എനിക്ക് അഭിമാനം തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ അരുൺ അവിടെ നിന്ന് ചിരിക്കുക. അഭിമാനം, വെള്ളം അടിച്ച് ബോധമില്ലാതെ ഇവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് അറിയാം. അപ്പം ഞാനെന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ലച്ചാന്ന് നമ്മുടെ സുധി ഒരു മാപ്പ് പറയാൻ പറഞ്ഞതിനാണെന്ന് പറയുമ്പം ഇവനോട് ഞങ്ങളെ സോറി പറയണോ അത്രേ, അതാണ് അവൻ്റെ ആവശ്യം, അതിനാണ് അവൻ കിടന്ന് കാട്ടിക്കൂട്ടിയത്. അപ്പം ഇവൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ തെറ്റ് തന്നെയാണ്, സമ്മതിക്കുന്നു സാർ. എന്നാലും സാർ കള്ളനെയും പിടിച്ചുപറിക്കാരെയും പോലെ ഷർട്ട് ഇടാതെ ഇങ്ങനെ ലോക്കപ്പിൽ ഇട്ടത് ശരിയായില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ അച്ഛൻ ഭയങ്കര സങ്കടത്തോടെ പറയും, ഇതൊക്കെ കാണാനാണോ എൻ്റെ ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നതെന്നൊക്കെ സച്ചിയുടെ മുന്നിൽ നിന്നെങ്കിൽ പറയുമ്പോൾ അച്ഛാ, പ്രസവിച്ചിട്ടാൽ മാത്രം പോരാ, അച്ഛനമ്മമാരാകുമ്പോഴേ മക്കളെ വളർത്താനും കൂടെ പഠിക്കണമെന്ന് അരുൺ. ഇല്ലെങ്കിൽ
മക്കൾ ഇതുപോലെ കുടിയനും റൗഡിയൊക്കെ ആകും. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു അരുൺ ഓവറായപ്പം. ഞങ്ങൾ അത്രക്കാരല്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ അപമാനിക്കരുതെന്ന് സച്ചി പറയുമ്പോൾ, എടാ ഒരു നാൾ ഇതുപോലെ നിന്നെ പിടിച്ച് ലോക്കപ്പിലിടും ഞാൻ, അത് അടുത്തവരെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ, സാർ അത് എൻ്റെ മോൻ ചെയ്ത തെറ്റിന് അവനോട് ക്ഷമിക്കണം സാർ, അവനെ വെറുതെ വിടണമെന്ന് രവിയേട്ടൻ പറയുമ്പം, അവനെ വിടാൻ പറ്റത്തില്ല, ദേ കേസ് ഫയൽ ചെയ്തു, FIR ഇട്ടു, ഇനി കോടതിയിൽ കാണാമെന്ന് അരുൺ പറയുമ്പം, സച്ചി സാറ് പറയുന്നത് കേട്ടില്ലേ എന്ന് രവിയേട്ടൻ. അന്നേരം എടാ സച്ചി തല്ലടാ, തല്ലി പൊളിക്കുകയെന്നും പറഞ്ഞ് സുധി ഇന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞ അച്ഛൻ, എൻ്റെ ഷർട്ട് വരാൻ പറ അച്ഛാന്നും പറഞ്ഞ സുധി ഇങ്ങനെ നിൽക്കാം. കുറേ സമയം ഇവൻ പറയുന്നു അവൻ്റെ അനിയൻ വന്ന് അവൻ ആരെയും വെച്ചേക്കത്തില്ല എന്ന്. എങ്കിൽ വന്ന് തലടാ ഞങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ പറയാട്ടാ. തലടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നീ റൗഡിയാണല്ലോ, നിന്റെ ഷർട്ട് കയറി പിടിച്ചവനല്ലേ, നിന്റെ ചേട്ടൻ പറഞ്ഞല്ലോ എന്നെ തലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുൺ നിന്നിങ്ങനെ നിൽക്കുക. അപ്പൊ സച്ചി തല്ലി പൊളിക്കടല്ല തിരിന്ന് പറഞ്ഞ അകത്തുനിന്ന് സുധി പറയുമ്പോൾ, സുധി നീ മിണ്ടായിരിക്കാൻ പറഞ്ഞു അച്ഛൻ, ഞാൻ പറഞ്ഞു എന്നോടുള്ള ദേഷ്യം ഇവനോട് കാണിക്കരുതെന്ന്. അവൻ കുടിച്ചു എന്നുള്ളത് ശരിയാണ്, അവൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല, പിന്നെന്തിനാ അവനെ പിടിച്ച് അകത്തിട്ടത്. അപ്പോഴത്തേക്കും വായ അടക്കടാ എന്ന് സച്ചിയോട് അരുൺ. ദേ ഒച്ച വെച്ചാൽ നിന്നെയും പിടിച്ച് അകത്തിടും, ഇവനെ പോലെ ഷർട്ട് അഴിപ്പിച്ചിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ കൊണ്ടിച്ച് നിൽക്കുക. അപ്പോൾ ദേ സാർ, അവനല്ല എപ്പോഴും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവനൊന്നും അല്ല, മനപ്രയാസ കാരണം കുടിച്ചു പോയതാ, ക്ഷമിക്കണം സാർ, അവനെ ഒന്ന് വെറുതെ വിടണമെന്ന് രവിയേട്ടൻ പറയുമ്പം, അവനെ വെറുതെ വിടാൻ പറ്റത്തില്ലെന്നായി പിന്നെ ഈ അരുണ്. അപ്പം എന്തുകൊണ്ട് പറ്റത്തില്ല എന്ന് ചോദിച്ചു. വിടാൻ പറ്റാതിരിക്കാനും മാത്രം എന്ത് കുറ്റം അവൻ ചെയ്തത്, മര്യാദയ്ക്ക് വിടാവനെന്ന് സച്ചി പറയുമ്പം, നീ എന്താ ഓർഡർ ഇടാണോടാ എന്ന് അരുണ്. ഇവനെ വിട്ടില്ലെങ്കിൽ നീ എന്നാ ചെയ്യുമെന്ന് അരുണ് നേരെ സച്ചിയോട് ചോദിച്ചു. അല്ല നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, വെളിയിൽ പോടാ, ഇല്ലെങ്കിൽ നീയും അകത്ത് കിടക്കുമെന്നൊക്കെ പറയുമ്പോൾ സച്ചി നീ വെളിയിൽ ചെല്ലാൻ പറഞ്ഞു. അച്ഛൻ ഞാനതിന് വെളിയിൽ പോകണമെന്ന് ചോദിച്ചു സച്ചി. എന്നോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെ കാണിക്കുന്നത്. സച്ചി നീ പോ സച്ചി, ഞാനല്ലേ പറഞ്ഞേച്ചല്ലേ. അപ്പോഴത്തേക്ക് ആനന്ദ് വേണ്ട സച്ചി വാ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദം വിളിച്ചുകൊണ്ട് പോകും. അതിനുശേഷം അകത്ത് നിന്ന് പ്ലീസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കയ്യേ കാലേ പിടിക്കുക. അച്ഛൻ അങ്ങനെ കയ്യേ കാലേ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ SI അങ്ങോട്ടേക്ക് വരുന്നത്. SI വന്നപ്പോഴത്തേക്കും സാർ എന്ന് പറഞ്ഞ് കയ്യും കൂപ്പി രവിയേട്ടൻ ചെല്ലുന്നു. അപ്പോൾ എൻ്റെ മകൻ അകത്ത് കിടക്കുന്ന അവൻ അങ്ങനെ കുടിച്ച് നടക്കുന്നവനല്ല, കുടിക്കാറേ ഇല്ല എന്ന് രവിയേട്ടൻ ഇങ്ങനെ SIയോട് പറയുക. പിന്നെ കുടുംബത്തിലെ ചെറിയൊരു പ്രശ്നം, ആ ഒരു മനോവിഷമത്തിൽ കുടിച്ചു പോയതാണെന്ന് രവിയേട്ടൻ ഇങ്ങനെ ആ സാറിനോട് പറയുക കേട്ടോ. അവൻ സ്വബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു പോയത്, സാറ് ക്ഷമിക്കണം, അവൻ്റെ പേരിൽ കേസെടുക്കരുതെന്നൊക്കെ പറഞ്ഞ് അവനെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് യാചിക്കുകയാണ്. അവന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ SIയുടെ മുന്നിൽ നിന്ന് യാചിക്കുമ്പോൾ അരുണിന് ഭയങ്കര ഇത്. അപ്പോൾ സാർ പ്ലീസ് സാർ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കാല് പിടിക്കുക SIയുടെ. അവൻ്റെ അച്ഛനാണ് ഞാൻ, ഇന്നേ വരെ അവനെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ കരയാം. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, വലിയൊരു ഷോറൂമും അവൻ നടത്തുന്നുണ്ട്. ആദ്യമായിട്ട് സാർ ഇങ്ങനെയൊക്കെ, ഇനി ഇത് ആവർത്തിക്കില്ല സാർ, ഞാൻ ഉറപ്പ് തരാമെന്നും അവനെ ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ അരുൺ അപ്പോൾ സാർ അവനെ വിട്ടേക്കാൻ പറഞ്ഞു. അരുൺ അവിടെയും ചമ്മി. അത് പിന്നെ സാർ കേസെടുത്ത് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കത്തില്ലേ എന്ന് ചോദിച്ചു. ഒരച്ഛനും മക്കളെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കില്ല എന്ന് ആ SI സാറ് പറയാം. അരുണിന് ഭയങ്കര കലിപ്പ്. ഇങ്ങനെ കാണേണ്ടി വന്നതിൻ്റെ സങ്കടം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ടെന്നുള്ള കാര്യവും ആ SI പറയാം. അവനെ വിട്ടേക്കാനും ആ SI ഇങ്ങനെ പറഞ്ഞു. ശരി സാർ എന്നും പറഞ്ഞ് അരുൺ തുറന്നു വിട്ടു. സുധിയുടെ ഷർട്ടും കൊടുത്തു. അങ്ങനെ അച്ഛനും മോനും കൂടി ഇങ്ങനെ അവിടുന്ന് പോവുക. അപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ എന്നും പറഞ്ഞ് ഇങ്ങനത്തെ കരച്ചിലും കരഞ്ഞിങ്ങനെ നിൽക്കും. വാടാന്നും പറഞ്ഞ് അച്ഛൻ കെട്ടിപ്പിടിച്ച് മോനെ പുറത്തേക്ക് കൊണ്ട് ചെല്ലുക. അപ്പോഴത്തേക്കും സച്ചി സുധി ഇറക്കാനുള്ള വഴികളൊക്കെ നോക്കും. അപ്പോൾ രേവതിക്ക് ഇവിടുത്തെ SI സാറിൻ്റെ ഭാര്യയെ പരിചയമുണ്ട്, അതുവഴി ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരും കേട്ടോ. അതേ അവർ വരുന്നു എന്നും പറഞ്ഞു ഓടി ചെന്ന് അവരെ രണ്ടുപേരെയും പിടിച്ചപ്പോൾ സുധിയെ താങ്ങി പിടിച്ച് വണ്ടിയെ കൊണ്ടുവരുത്താം. അപ്പോൾ അവൻ മാപ്പ് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയണു. അപ്പോഴത്തേക്ക് ആനന്ദേടാ സുധി നീ ഒന്നും മിണ്ടാതിരിക്കടാ, ഇവനെ കൊണ്ടിന്ന്, അപ്പം നീ ബഹളം ഉണ്ടാക്കല്ലേ സുധി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോഴത്തേക്കും അച്ഛനും സച്ചിയും കൂടെ ഉന്തിത്തള്ളി എങ്ങനെയൊക്കെ വണ്ടിക്കകത്തേക്ക് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ അങ്ങനെ ഇരുത്തും. അപ്പോൾ രേവതി തൊട്ടരികിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ സമയത്ത് സച്ചേട്ടാ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അതിലേക്ക് അമ്മേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിക്കുകയാണ് നമ്മുടെ സുധി. അമ്മേ സുധി വന്നമ്മേ എന്നും പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ എഴുന്നേറ്റ് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ സുധി. അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഉണ്ടെന്നും പറഞ്ഞ് അച്ഛൻ പറയുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല അച്ഛാ എന്ന് സുധി പറയാം.
എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ രവിയേട്ടന് സഹിക്കണില്ല. രവിയേട്ടൻ കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ മോനെ നോക്കിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ കെൻ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.